തങ്ങളിലേക്ക് തന്നെ നോക്കുന്നത് മൂലമാണ് പലർക്കും തങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാത്തത്. സ്വയമായി രക്ഷ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമില്ല. എന്നാൽ വചനം എന്തു പറയുന്നു? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. എന്തുകൊണ്ടാണ് മനുഷ്യന് തൻ്റെ പ്രവൃത്തികൾ മൂലം രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തത്? കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ മനുഷ്യൻ്റെ സകല പ്രവൃത്തികളും നിർജീവമായ അഥവാ നിഷ്ഫലമായ പ്രവൃത്തികളാണ്. അവയ്ക്ക് ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിപ്പാൻ സാധ്യമല്ല. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ സകല നീതിയും നിർവഹിച്ച ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ അത്രേ ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൻ്റെ പ്രമാണി പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വന്ന് വീണ് കിടന്നുകൊണ്ട് ചോദിച്ച ചോദ്യം ഓർമ്മയില്ലേ? യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാണ് അവർ ഉപദേശിച്ചത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്നത്തെ പഠനത്തിനായി എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മുൻപോട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗസ്ഥലത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല. ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ് അർത്ഥം? നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് സ്വയം ഒരു കഴിവും ഇല്ലാത്തവരായിരുന്നു. ദൈവം ആ രംഗത്ത് വരുന്നു. അവൻ കൃപയാൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നു? അതിനുള്ള കാരണം നമ്മിൽ അവൻ ഒന്നും കാണുന്നില്ല. അവൻ അത് തന്നിൽ തന്നെ കാണുന്നു. ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവർ നല്ലവരും ഭംഗിയുള്ളവരുമായതുകൊണ്ടല്ല ദൈവം അങ്ങനെ ചെയ്തത്. അവർ അവനെ വിശ്വസ്തയോടെ സേവിക്കുന്നതിനാലും അല്ലായിരുന്നു അങ്ങനെ അവൻ ചെയ്തത്. അങ്ങനൊന്നും അവർക്ക് സവിശേഷതകൾ ഇല്ലായിരുന്നു എന്നോർക്കണം. അവർ ദുശാഠ്യമുള്ള ജനമായിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. അവർ കണ്ടതിനെയൊക്കെ ആരാധിക്കുന്നവരായിരുന്നു. മരുഭൂമിയിൽ പോലും അവർ സ്വർണ്ണ കാളക്കുട്ടിയെയാണ് നമസ്കരിച്ചത്. എന്നാൽ ആ സാഹചര്യത്തിൽ പോലും ദൈവം അരുളി ചെയ്യുന്നത് അവൻ അവരുടെ നിലവിളി കേട്ടു എന്നത്രേ. എന്തുകൊണ്ടാണ് അത് അവന് താല്പര്യമായി തോന്നിയത്? കാരണം അവൻ അവരെ സ്നേഹിച്ചു. അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു സുഹൃത്തേ. അവൻ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും തൻ്റെ സ്നേഹത്താലല്ല അവൻ നമ്മെ രക്ഷിക്കുന്നത്. ശ്രദ്ധിക്കണം, പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ ഞാൻ ഇവിടെ ഒന്ന് തിരുത്തട്ടെ. തൻ്റെ സ്നേഹത്താലല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത്, അവിടുത്തെ കൃപയാലാണ് അവൻ നമ്മെ രക്ഷിക്കുന്നത്. തൻ്റെ കൃപയാലാണ് അവൻ നമ്മെ വീണ്ടെടുക്കുന്നത്. അനർഹമായ കരുണയാണ് കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ശിക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും പ്രായോഗികമാക്കിയ വിധമാണ് കൃപ. ദൈവത്തിൻ്റെ കടപ്പാട് കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. നാം ആത്മീയമായി മരിച്ചു കിടന്നപ്പോഴാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. രക്ഷ നമ്മുടെ പ്രവൃത്തികളാലല്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. പലരും ചോദിക്കുന്ന ഒരു സംശയം എന്തെന്നാൽ, ദൈവം നമ്മെ രക്ഷിക്കുന്നത് തൻ്റെ സ്നേഹത്താൽ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതെ,
ദൈവം നമ്മെ രക്ഷിക്കുന്നത് സ്നേഹത്താലല്ല, അവിടുത്തെ കൃപയാലാണ്. വ്യത്യാസം എന്താകുന്നു എന്ന് ഞാൻ പറയാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സംശയം വേണ്ട. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ സ്വർഗത്തിൻ്റെ പിൻവാതിലിലൂടെ നമ്മെ അകത്ത് പ്രവേശിപ്പിച്ച് രക്ഷിക്കുമെന്ന് കരുതരുത്. അവൻ സ്നേഹിക്കുന്നതിനാൽ നാം ചെയ്ത തെറ്റിനെ അവിടെല്ലാം കണ്ണടച്ച് നമ്മെ രക്ഷിക്കുമെന്നർത്ഥമില്ല സുഹൃത്തേ. ദൈവം സ്നേഹമായിരിക്കുന്നത് പോലെ വെളിച്ചവുമാകുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക ഭരണകർത്താവ് ദൈവമാണ്. ദൈവം നീതിമാനാണ്, അവൻ വിശുദ്ധനും നല്ലവനുമാണ്. അതെല്ലാം ഒരു കാര്യം. അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തെക്കൊണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവൻ്റെ തന്നെ ആ നിലവാരത്തിൽ തെറ്റായ കാര്യങ്ങൾ അവൻ ചെയ്യില്ല. അതുകൊണ്ട് സ്നേഹം മൂലം നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. സ്നേഹം ദൈവത്തെ കെട്ടിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉപയോഗിക്കരുതാത്ത ചില പ്രയോഗങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ക്ഷമിക്കുക. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അവ പ്രയോജനപ്പെടും എന്ന് ചിന്തിച്ച് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. രക്ഷിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെ വേണമെങ്കിൽ ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കാമായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചേക്കാം, അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ രക്ഷിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ വാക്യം തന്നെ ഒന്ന് നോക്കാമില്ലേ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണോ അവിടെ പറയുന്നത്? അങ്ങനെയല്ല. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതിനാൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയെന്നത്രേ നാം വായിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? തൻ്റെ സ്നേഹം കൊണ്ട് മാത്രം ലോകത്തെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്നത്രേ. നിങ്ങളും ഞാനും നശിച്ചു പോകുകയാണ്. നാം നഷ്ടപ്പെട്ട പാപികളാണ്. എന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവസ്നേഹത്തിന് നമ്മെ സ്വർഗത്തിലെത്തിക്കുവാൻ സാധിക്കില്ല. അതിനായി ഒരു രക്ഷ ക്രമീകരിക്കേണ്ടതായി വന്നു. അതെ, നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ പിഴ കർത്താവ് അടച്ചു. ഇപ്പോൾ സ്നേഹവാനായ ദൈവത്തിന് തൻ്റെ കരം നഷ്ടപ്പെട്ട ലോകത്തിന് നേരെ നീട്ടിക്കൊണ്ട്, എൻ്റെ പുത്രൻ നിങ്ങൾക്കായി മരിച്ചതിനാൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കുമെങ്കിൽ എനിക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും എന്ന് പറയുവാൻ കഴിയും. ദൈവം നമ്മെ രക്ഷിക്കുന്നത് തൻ്റെ സ്നേഹത്താലല്ല, ഞാൻ വീണ്ടും പറയട്ടെ, തൻ്റെ കൃപയാലത്രേ. അവൻ കരുണയിലും കൃപയിലും സമ്പന്നനാണ്. നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് ദൈവം പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വച്ചിരിക്കുന്ന മാർഗത്തിലൂടെ വരാവുന്നതാണ്. ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, ഇത് ദൈവത്തിൻ്റെ പ്രപഞ്ചമാണ്. അവൻ തൻ്റെ വഴികളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. താങ്കൾക്ക് താങ്കളുടേതായ ഒരു നല്ല മാർഗമുണ്ടെന്ന് ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ അത് നടപ്പാക്കുവാൻ ഒരു പ്രപഞ്ചം താങ്കൾക്കില്ലല്ലോ. ക്രിസ്തുവിലൂടെ താങ്കൾ ദൈവത്തിങ്കിലേക്ക് വരുമെങ്കിൽ അവൻ താങ്കളെ രക്ഷിക്കും. അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ താങ്കൾക്ക് സാധിക്കും. ദൈവം കരുണാസമ്പന്നനാണ്. അവിടുന്ന് തൻ്റെ കരുണ നമുക്ക് വേണ്ടി നീട്ടിത്തന്നു. ഒരു ആത്മീക സെമിത്തേരിയിൽ നിന്നും ദൈവം നമ്മെ ഉയർപ്പിച്ചു. ആത്മീക സെമിത്തേരി അല്ലേ? മനസ്സിലായല്ലോ. ആത്മീകമായി മരിച്ചവർ ആയിരിക്കുന്ന സ്ഥലം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ അവനോടുകൂടെ ഉയർപ്പിച്ച് അവനോടുകൂടെ ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ഇനിയും ഭാവി എന്താണെന്നുള്ളതത്രേ. ഈ 2-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നത്രേ. ആദ്യം മരിച്ച അവസ്ഥയെക്കുറിച്ച് 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് പറഞ്ഞു. തുടർന്ന് കരുണാസമ്പന്നനായ ദൈവം നമ്മെ രക്ഷിച്ച വിധത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. ആ രക്ഷ കൃപയാലാകുന്നു. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്.
നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ദൈവം തൻ്റെ കൃപയാൽ നമ്മെ രക്ഷിച്ചു. അവൻ നമ്മെ ക്രിസ്തുവിൽ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപയെ പ്രദർശിപ്പിക്കുന്നവരായി ഒരു ദിവസം നാം സ്വർഗത്തിൽ കാണും. ഇവയിലൊന്നും തന്നെ നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളാലോ മിടുക്കിനാലോ അല്ല, കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അർഹതയില്ലാത്തവരുടെ മേൽ ചൊരിയുന്ന നന്മയത്രേ ഈ കൃപയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നാണ് തോന്നുന്നത് എന്നൊന്നും വന്ന് പറയേണ്ടതില്ല. താങ്കളുടെ വിശ്വാസം ക്രിസ്തുവിൽ അർപ്പിച്ചു എങ്കിൽ താങ്കൾക്ക് പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നെനിക്കുറപ്പുണ്ട്. ഇത് പറയുമ്പോൾ ചിലർ ഭക്തി കൂടുതൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, അയ്യോ അങ്ങനെ പറയാൻ എന്നെക്കൊണ്ടാവില്ല, കാരണം എന്താണ് ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്നതെന്ന് പറയുവാൻ ആർക്കാണ് കഴിയുന്നത്? പ്രിയ സുഹൃത്തേ, താങ്കളുടെ രക്ഷ ദൈവകൃപയെ ആശ്രയിച്ചാണ്, താങ്കളുടെ വിശ്വസ്തതയെ ആശ്രയിച്ചല്ല എന്നുറപ്പായി നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പൗലോസിനോട് ചേർന്ന് നിങ്ങൾക്കും പറയുവാൻ സാധിക്കും, എനിക്കും പറയുവാൻ സാധിക്കും. താങ്കളൊരു ദൈവ പൈതലാണെങ്കിൽ താങ്കൾ അവങ്കിൽ നിന്നും മാറിപ്പോയെന്ന് വന്നേക്കാം, എന്നാൽ മടങ്ങി വരുവാനൊരു വഴി അവൻ എപ്പോഴും ഉണ്ടാക്കും. കാരണം അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ രക്ഷപ്പെട്ടത്. താങ്കൾക്ക് സകലവും നിവർത്തിച്ച ഒരു രക്ഷയാണുള്ളത്. സകലവും നിവർത്തിച്ച രക്ഷ, ഒന്നും തടസ്സമായിട്ടില്ല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തൻ്റെ നിധിയുടെ കലവറയിൽ നിന്നും വിശ്വാസിയുടെ മേൽ ഒരു തടസ്സവും കൂടാതെ തൻ്റെ കൃപ വർഷിക്കുന്നു. രക്ഷ നമുക്കെത്തിച്ചു തരുന്ന ഒരേ ഒരു അടിസ്ഥാനം വിശ്വാസമെന്നത്രേ. രക്ഷ എന്ന വലിയ കൈമാറ്റ ഇടപാടിൽ ഒരു പാപി കൊണ്ടുവരുന്ന ഒരേ ഒരു കാര്യം വിശ്വാസം മാത്രമാണ്. എന്നിരുന്നാലും അതും ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് ഞാൻ പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ ചിലർക്കുണ്ടാകാവുന്ന ഒരു ചിന്ത, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ അത് ദൈവം എനിക്ക് തന്നിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതെൻ്റെ കുറ്റമല്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയുന്നവരോടുള്ള മറുപടി, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിൽ ആശ്രയിക്കണമെങ്കിൽ താങ്കൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിൻ്റെ ദൂതിന് ചെവി കൊടുക്കുന്ന സകലർക്കും ദൈവം വിശ്വാസം നൽകും. ഇത് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു ഭാഗമാകുന്നു കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. 2 കൊരിന്ത്യർ 3:14. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ദൈവ സംസർഗത്തിലായിരുന്ന മോശ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഒരു മൂടുപടം ധരിച്ചിരുന്നു. അവൻ്റെ മുഖത്തെ തേജസ് കൊണ്ട് ജനങ്ങളുടെ കണ്ണ് കാണാതെ വരും എന്നതിനാലല്ലായിരുന്നു, പിന്നെയോ അവൻ്റെ മുഖത്തെ തേജസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ജനങ്ങൾ കാണാതിരിക്കുവാനായിരുന്നു ആ മൂടുപടം. ആ തേജസ് ന്യായപ്രമാണത്തിൻ്റേതായിരുന്നു. മോശയിക വ്യവസ്ഥിതിയിൽ ഇന്ന് അപ്രകാരം ഒരു മൂടുപടം ആവശ്യമില്ല. കാരണം മൂടുപടം ആവശ്യമില്ലാത്ത ക്രിസ്തു നമുക്കുണ്ട്. സുവിശേഷം സൗജന്യമായി തന്നിരിക്കുന്നു. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും എന്ന് കാണുന്നു. ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറ്റപ്പെടുന്നു. ക്രിസ്തുവിങ്കിലേക്ക് എപ്പോൾ തിരിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിയാവുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് വിശ്വാസമെന്ന ദാനം ലഭിച്ചു കാണില്ല എന്ന് വാദിക്കുന്നവരെ നിങ്ങൾ കാണുന്നുണ്ടാകും. എന്നാൽ സുഹൃത്തെ, അതല്ല താങ്കളുടെ പ്രശ്നം. ബൈബിൾ കുറ്റം വിധിച്ചിരിക്കുന്ന പാപങ്ങൾ വിട്ടുകളയുവാൻ താങ്കൾ തയ്യാറല്ല എന്നതാണ് പ്രശ്നം. താങ്കളുടെ പാപത്തെ മടുക്കുമ്പോൾ, താങ്കളിൽ നിന്ന് തന്നെ തിരിഞ്ഞു വരുമ്പോൾ, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറുമ്പോൾ, മതത്തിൽ നിന്നും നിങ്ങൾ മാറുമ്പോൾ, അതെ, ദൈവവചനം കുറ്റം വിധിക്കുന്ന എല്ലാറ്റിൽ നിന്നും തിരിയുമ്പോൾ, അപ്പോൾ താങ്കൾക്ക് വിശ്വാസം നൽകും. താങ്കൾക്ക് ക്രിസ്തുവിനെ ആശ്രയിക്കാവുന്നതാണ്.
ചിലർക്ക് ബുദ്ധിപരമായ ചില തടസ്സങ്ങൾ ഉള്ളതിനാലാകുന്നു വിശ്വസിക്കാത്തത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ പറയുന്നവർക്ക് ധാർമ്മിക പ്രശ്നമാണ്, സാൻമാർഗിക പ്രശ്നം, ബുദ്ധിപരമായിട്ടുള്ളതല്ല. ഇന്ന് ഒരു വലിയ പങ്കാളുകളുടെയും ഹൃദയത്തിലെ യഥാർത്ഥ പ്രശ്നം പാപമാകുന്നു. ഇതേ കാരണത്താൽ തങ്ങളുടെ രക്ഷ ആസ്വദിക്കുവാൻ കഴിയാതെ ഒരു വലിയ കൂട്ടം വിശുദ്ധന്മാർ മുൻപോട്ട് പോകുന്നുണ്ട്. ക്രിസ്തുവിൽ ആശ്രയിച്ച് രക്ഷ പ്രാപിക്കേണ്ടതിന് പകരം ഒരു വലിയ പങ്ക് സ്വന്തം പരിശ്രമങ്ങളിൽ ആശ്രയിക്കുകയാണ്. തങ്ങളുടെ കഴിഞ്ഞകാല പരാജയങ്ങളെ ഓർത്ത് അവർ നശിക്കുന്നു. ക്രിസ്തുവിലെ ആ സന്തോഷമല്ല താങ്കളെ രക്ഷിക്കുന്നത്, അത് ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിലുള്ള പ്രത്യാശയല്ല താങ്കളെ രക്ഷിക്കുന്നത്, ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസവുമല്ല താങ്കളെ രക്ഷിക്കുന്നത്, അതൊരു മുഖാന്തരമാകുന്നു. ക്രിസ്തുവിൻ്റെ രക്തവും പ്രവർത്തനവും അത്രേ നിങ്ങളെ രക്ഷിക്കുന്നത്, എന്നെ രക്ഷിക്കുന്നത്. അവിടെയാണ് ശക്തി, അവിടെയാണ് രക്ഷ. അതിനും നിങ്ങൾ കാരണമല്ല എന്ന് പൗലോസ് പറയുമ്പോൾ അവൻ വിശ്വാസത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അവൻ രക്ഷയെക്കുറിച്ച് അത്ര സംസാരിക്കുന്നത്. രക്ഷ ഒരു ദാനമാകുന്നു, അത് നമ്മുടെ പ്രശംസയെ ഇല്ലാതാക്കുന്നു. അത് മുഴുവനായും ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്, നമുക്കൊന്നും പറയുവാനില്ല. അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. 10-ാം വാക്യത്തിൽ നാം കാണുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം അവൻ്റെ കൈപ്പണിയാകുന്നു. രക്ഷയുടെ ഫലം നാം അവൻ്റെ കൈപ്പണി ആയിരിക്കുക എന്നതാണ്. ഒരു ക്രിസ്തുവിശ്വാസി ദൈവത്തിൻ്റെ അത്യുത്തമ സൃഷ്ടിയാണ്. മഹാശില്പിയായ ദൈവത്തിൻ്റെ പണിപ്പുരയിലെ ഏറ്റവും മികച്ച ശില്പമാണ്. ഇവിടെ പറയുന്നത് പ്രാദേശിക സഭയെക്കുറിച്ചല്ലെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. പിന്നെയോ തൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പുതിയ നിയമസഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന വിശ്വസിക്കുന്നവരുടെ കൂട്ടം. നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അതെ, സൽപ്രവൃത്തികൾക്കായിട്ട്. 11-ാം വാക്യവും 12-ാം വാക്യവും കൂടി നമുക്ക് നോക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്നോർത്തുകൊള്ളുവിൻ. എഫെസോസിലെ സഭയിൽ ഭൂരിഭാഗവും യഹൂദേതരരായ ആളുകളായിരുന്നു. ജാതികളെന്നാണല്ലോ സാധാരണ അവരെ വിളിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു ചെറിയ കോളനി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അഗ്രചർമ്മക്കാർ എന്നാണ് യഹൂദേതരരായ ആളുകളെ, യഹൂദന്മാരല്ലാത്ത ആളുകളെ പലപ്പോഴും പറഞ്ഞിരുന്നത്. ഈ മേലെഴുത്ത് പരിച്ഛേദനക്കാർ എന്നറിയപ്പെട്ടിരുന്ന യഹൂദന്മാരാണ് ഇവർക്ക് കൊടുത്തത്. യഹൂദനും ജാതിയും തമ്മിൽ ദൈവം ഒരു യഥാർത്ഥ വേർതിരിവുണ്ടാക്കി എന്ന് കാണാവുന്നതാണ്. അബ്രഹാമിൻ്റെ സമയത്ത് ആരംഭിച്ച ആ വേർതിരിവ് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ആവസിച്ചതുവരെ തുടർന്നതായി കാണുന്നു. രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇസ്രായേലിനൊരു അതുല്യമായ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മതപരിവർത്തിതൻ ആയി മാത്രമേ ഒരു യഹൂദേതരന് യഹൂദന്മാരുമായി സംസർഗം സാധിക്കുമായിരുന്നുള്ളൂ. അവൻ മതം പരിവർത്തനം ചെയ്യണമായിരുന്നു. കാലം മാറിയപ്പോൾ ഈ അർത്ഥവത്തായ വേർതിരിവ് ഉരസലുകൾക്ക് കാരണമായി. അതിന് കാരണമുണ്ട്. ഇസ്രായേൽ അവരുടെ സ്ഥാനത്തിൽ അഹങ്കരിക്കുവാൻ തുടങ്ങി. യഹൂദേതരരായ ആളുകളെ യഹൂദന്മാർ തരം താണവരായി കാണുവാൻ തുടങ്ങി. അങ്ങനെ പക രണ്ട് കൂട്ടരുടെയും ഹൃദയങ്ങളിൽ നുഴഞ്ഞു കയറി. ഒരുവിധം ശത്രുത ഇവർ തമ്മിൽ നാം കാണുന്നു. നാം വായിച്ച ഈ വാക്യങ്ങളിൽ ജാതികളുടെ ദയനീയമായ അവസ്ഥയും ആശയറ്റ സ്ഥിതിയും വിവരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട ഏതൊരു മനുഷ്യൻ്റെയും ഒരു യഥാർത്ഥ ചിത്രമാകുന്നു ഇത്. നഷ്ടപ്പെട്ടിരിക്കുക എന്നാൽ ഞാൻ ഇനിയും പറയുന്ന പ്രകാരമാണ്. ഒന്ന്, ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ. നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല വിവരണം അതത്രേ. ക്രിസ്തുവിൽ എന്നതിൻ്റെ വിപരീതമാകുന്നു ഇത്. 2, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. അതെ, ഒരു യഹൂദേതരനായ വ്യക്തിയെക്കുറിച്ചുള്ള ഉത്തമമായ വിവരണം അതത്രേ. ഇസ്രായേലിനുണ്ടായിരുന്നത് പോലെ
ദൈവം നൽകിയ ഒരു മതം ജാതികൾക്കില്ലായിരുന്നു. പഴയ നിയമത്തിലേക്ക് പോയി ഇസ്രായേലിനോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ എടുത്ത് സ്വയം പ്രയോഗിക്കുവാൻ അവർക്ക് അവകാശമില്ലായിരുന്നു എന്ന് ചുരുക്കം. ആ അവകാശം നമുക്കുമില്ല. ആ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്കായി നൽകിയതല്ല എന്നോർക്കണം. മൂന്നാമതായി, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾ കന്യരും എന്ന് നാം വായിക്കുന്നു. ദൈവം ഏതാനും വാഗ്ദത്തങ്ങൾ ഇസ്രായേൽ ജാതിയോട് ചെയ്തു. ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടി ഇന്നും വിലയുള്ളത് തന്നെയാണ്. എന്നാൽ അത് സ്വന്തമാക്കുവാൻ യഹൂദേതരരായ ആർക്കും അവകാശമില്ല. ഇസ്രായേൽ ദേശം ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തു. അതെ, ആ ദേശം മുഴുവനും ഒരു ദിവസം അവർക്കത് ലഭിക്കും. എന്നാൽ അത് ദൈവവ്യവസ്ഥയിൽ ആയിരിക്കും, അവരുടെ വ്യവസ്ഥയിലല്ലായിരിക്കും. ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും എല്ലാം വിറ്റിട്ട് അവിടെ പോയി താമസിക്കണം, ഞാൻ പുതിയ നിയമ ഇസ്രായേൽ അല്ലേ എന്ന് ചിന്തിച്ചാൽ തെറ്റി. എന്നോട് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിന് കാത്തിരുന്നാൽ മതി. നാലാമതായി, പ്രത്യാശയില്ലാത്തവരായിരുന്നു. ലോകത്തിലെ മതങ്ങളെ ശ്രദ്ധിക്കൂ. ഒരു പ്രത്യാശയുമില്ലാത്തവർ. ക്രിസ്തു മതം എന്ന് പറയുന്ന ഒരു മതവും ആ കൂട്ടത്തിൽപ്പെടും. അവർക്കും ഈ പ്രത്യാശയില്ല. അവർക്ക് പുനരുത്ഥാനത്തെക്കുറിച്ചൊന്നും പറയുവാനില്ല. മരണത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ ഒരു നിശ്ചയവുമില്ല. ഈ പാഷാണ മതങ്ങൾ, അതായത് കൾട്ട്, ഒരു പ്രത്യാശയും നൽകുന്നില്ല. സത്യസന്ധരായ ആർക്കും തന്നെ കടന്നു പോകുവാൻ സാധിക്കാത്ത തടസ്സങ്ങളാണ് അവർക്ക് വയ്ക്കുന്നത്. ജാതികളുടെ പരിതാപകരമായ അവസ്ഥ എന്തെന്നാൽ പ്രത്യാശയില്ല എന്നതത്രേ. നഷ്ടപ്പെട്ട മനുഷ്യനാകെ ആശാവഹമായുള്ളത് ഈ ജീവിതം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കാണുന്നത് മാത്രമാണ്. അഥവാ ഇവിടുത്തെ രസം അനുഭവിക്കുവാൻ അവന് കഴിയാതെ പോയാൽ അവൻ ഇരട്ടി ആശയറ്റവനാകുന്നു എന്നോർക്കണം. അതാണ് ഇന്ന് ബഹുഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ. എന്തിന് ജീവിക്കുന്നു എന്നുപോലും അറിയാതെ മനുഷ്യൻ നിരാശിതരായി കഴിയുന്നു. അഞ്ചാമതായി, ഇതിൻ്റെ അർത്ഥം ദൈവം തന്നെ തന്നെ മനുഷ്യരിൽ നിന്നും എടുത്തു മാറ്റിയെന്നല്ല, പിന്നെയോ മനുഷ്യൻ തന്നെ തന്നെ ദൈവത്തിൽ നിന്നും എടുത്തു മാറ്റി എന്നത്രേ. ഒരു മനുഷ്യൻ ദൈവമില്ലാതിരിക്കുന്നത് സ്വന്തം ഇഷ്ടത്താലാണ്. അതിന് മറ്റാരെയും കുറ്റം പറയേണ്ടതില്ല. അവൻ അന്ധകാരത്തിലാണ്. നഷ്ടപ്പെട്ട ശേഷമുള്ള മനുഷ്യവർഗത്തോടൊപ്പം അവനും അലഞ്ഞു. തുറന്നു പറഞ്ഞാൽ, നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ സ്ഥാനത്തായിരുന്നു ഇന്ന് ഞാനെങ്കിൽ വല്ല മദ്യഷാപ്പിലും കയറി ആകുന്നത്രയും അകത്താക്കി കഴിഞ്ഞ് വല്ല ചുവന്ന തെരുവിലും പോയി എല്ലാം മറന്ന് ജീവിക്കുവാൻ ശ്രമിച്ചേനെയും. അതല്ലാതെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എനിക്കൊരു പ്രത്യാശയുമില്ലാത്ത അവസ്ഥയായിരിക്കുമല്ലോ. എന്നാൽ പിന്നെ തോന്നിയതുപോലെ ജീവിക്കരുതോ? ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കാവുന്ന ഒരേ ഒരു പ്രത്യാശ, ഒരു ഓറഞ്ച് പിഴിയുന്നത് പോലെ എൻ്റെ ജീവിതത്തെ പിഴിഞ്ഞ് കിട്ടാവുന്നത്രയും ജ്യൂസ് അതിൽ നിന്നും ഊറ്റി രസിക്കുക. അതിനേക്കാൾ കൂടുതൽ ഒന്നും തന്നെ മുമ്പോട്ട് നോക്കുവാനില്ല. ഉണ്ടോ? ദൈവമില്ലാത്തതും പ്രത്യാശയില്ലാത്തതുമായ അവസ്ഥ അതത്രേ. പൗലോസ് ഇവിടെ വിവരിക്കുന്ന അവസ്ഥ വാസ്തവത്തിൽ ഭയാനകവും ശോചനീയവുമാണ്. എന്നാൽ എന്തോ ഒന്ന് സംഭവിച്ചു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. 13-ാം വാക്യം. യഹൂദന്മാരുടെ ദൈവാലയത്തിൽ ജാതികൾക്കായൊരു പ്രാകാരമുണ്ടായിരുന്നു. അത് വളരെ അകലത്തിലായിരുന്നു. അവിടെ ജാതികൾക്ക് വരുവാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ അവർ വളരെ ദൂരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിലായിത്തീർന്ന ജാതികൾക്കെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. അവർ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇപ്പോൾ അവർ ക്രിസ്തുവിലാണ്. അവരെ ദൈവത്തിൽ നിന്നും വേർപെടുത്തിയിരുന്ന അകലവും തടസ്സങ്ങളും എല്ലാം നീക്കപ്പെട്ടിരിക്കുന്നു. അവരെ സമീപസ്ഥരാക്കിയിരിക്കുന്നു. എന്നെയും നിങ്ങളെയും സമീപസ്ഥരാക്കിയിരിക്കുന്നു. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ അല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ രക്തത്താൽ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ഈ അതിമഹത്തായ പദവിയിലേക്ക് വരുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇത് ചിന്തിച്ചാട്ടെ, ഇന്നത്തെ അവസ്ഥ ചിന്തിച്ചാട്ടെ, നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ മനസ്സിലാക്കിക്കാട്ടെ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.
പ്രവൃത്തികൾ കൂടാതെ രക്ഷിക്കപ്പെട്ട നാം ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചുവോ? നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. സമാഗമന കൂടാരം ഒരുക്കുമ്പോൾ മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പോലെ ദൈവസഭയുടെ മനോഹരമായ ഒരു മാതൃകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം കണ്ടത്. വർണ്ണ വർഗ ലിംഗഭേദമില്ലാതെ ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ ദൈവമക്കളായി തീരുന്നവരുടെ കൂട്ടായ്മയാണ് ദൈവത്തിൻ്റെ സഭ. ക്രിസ്തു തലയും പലരായിരിക്കുന്ന നാം അവൻ്റെ ശരീരവുമായി തീരുന്ന സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം. ഈ സഭയുടെ അംഗമാകുന്നുവോ താങ്കൾ? ചിന്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.